4 തടസ്സങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിലൊന്നും നമുക്ക് മുൻപിൽ സമയം ലഭിക്കത്തില്ല. എങ്കിലും പറയാവുന്ന അത്രയും നമ്മൾ ഓടിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. വചനം കൊണ്ടുവന്നെല്ലാം എടുത്ത് നോക്കണമേ. ഈ പറയുന്ന വാക്യങ്ങളൊക്കെ ബൈബിളിൽ വെറുതെ അടച്ചു വെക്കരുത്. ചിലരുടെ ബൈബിള് പുത്തൻ ബൈബിള് പോലെ ഇരിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ സൂക്ഷിക്കുന്നതുകൊണ്ടൊന്നും അല്ല, അവർ വായിക്കാത്തത് കൊണ്ടാണ്. വായിക്കാതെ ഇങ്ങനെ ബൈബിൾ ഉണ്ടെന്ന് ഭംഗിക്ക് വെച്ചേക്കുക. 2000-3000 രൂപയുടെ ബൈബിൾ ഭംഗിക്ക് വാങ്ങിക്കാനുള്ളതല്ല, അത് വായിക്കാനും ധ്യാനിക്കാനും ഉള്ളതാണ്. സ്തോത്രം. കുറഞ്ഞ പക്ഷെ യോഗത്തിലെങ്കിലും വരുമ്പോൾ ഒന്ന് എടുത്തു നോക്കണം. സ്തോത്രം പറഞ്ഞില്ല. യോഗത്തിൽ ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർക്ക് സ്തോത്രം പറഞ്ഞ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ ചുമ്മിക്കൊണ്ട് നടന്നാൽ അതിന് അനുഗ്രഹമുണ്ട്. ഞാനിവിടെ ബാഗിൽ അതൊന്നും വെക്കാതെ ബൈബിൾ ഇങ്ങനെ വെളിയിൽ കൊണ്ട് നടക്കുക. സ്തോത്രം. എല്ലാവരും പറഞ്ഞ് പാസ്റ്റർ ഒരു ബാഗ് മേടിക്കണോ? ഞാൻ പറഞ്ഞ് ബാഗൊന്നും വേണ്ട, ബൈബിൾ എല്ലാവരും കാണട്ടെ. സ്തോത്രം. ബൈബിൾ എല്ലാവരും ആശാര്യോദേശി പറഞ്ഞതുപോലെ അമേരിക്ക ചെന്നപ്പോൾ അദ്ദേഹം ബൈബിൾ തലേ വെച്ചെന്നാ പറഞ്ഞത്. തലേ വെച്ചോണ്ട് ഇറങ്ങിയത് ഉദ്ദേശത്തെ കാണിക്കുന്ന, എടാ എന്നെ ബൈബിളാണ് ഈ അമേരിക്ക കൊണ്ടുവന്നത്, അതുകൊണ്ട് എന്റെ ബൈബിൾ എല്ലാരും കാണണം. സായിബ് കാണണം, എന്റെ ബൈബിൾ കാണണം. സായിബ് ചോദിച്ചാൽ ഞാൻ പറയും നോ ഇംഗ്ലീഷ്, യെസ് 2 അക്ഷരം എനിക്ക് അറിയത്തുള്ളൂ, ബൈബിൾ എന്ന് കാണിക്കും എന്ന് പറഞ്ഞ ആ ദേവദാസൻ നടന്നു. സ്തോത്രം. നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ വചനം. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ട് അതിനെ അത്രയും ലാളിക്കാമോ, അത്രയും ബഹുമാനിക്കാമോ, അത്രയും ആദരിക്കാമോ ഒക്കെ ചെയ്തോണം. സ്തോത്രം. രാത്രി വചനം പറയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് കൃപ ലഭിക്കണമെങ്കിൽ, സമാധാനം ലഭിക്കണമെങ്കിൽ എന്തു വേണമെന്നാണ് ഇവിടെ പറഞ്ഞത്? ആ വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നത്? ക്രിസ്തുവേശുവിന്റെ പരിജ്ഞാനത്താൽ. വാക്യം കണ്ടത് വായിച്ച് കണ്ടില്ലല്ലേ? ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് എങ്ങനെയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ പരിജ്ഞാനം ഉണ്ടെങ്കിൽ എന്തുള്ളൂ? കൃപയും ലഭിക്കത്തുള്ളൂ, സമാധാനവും ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ ലഭിക്കണമെങ്കിൽ എന്തു വേണം? പറഞ്ഞേ, പരിജ്ഞാനം വേണം. ചിലർക്ക് കൃപ ലഭിക്കും, അവർക്ക് പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് കൃപ പോകും. സ്തോത്രം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചിലർക്കൊക്കെ കൃപ ലഭിക്കും, പക്ഷെ അവർ പരിജ്ഞാനത്തോട് ഉപയോഗിക്കാത്തത് കൊണ്ട് കുറെ നാൾ കഴിയുമ്പോൾ ആ കൃപ പോകും. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലൊക്കെ ചിലർക്ക് സഹോദരി സഹോദരന്മാർക്കൊക്കെ കൃപ ലഭിക്കും. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവര്